തലസ്ഥാനത്ത് ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM പ്രവർത്തകരുമായി തെളിവെടുപ്പ് നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലുള്ള വീടിന് മുൻപിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. കേസിലെ 6 മുതൽ 10 വരെ പ്രതികളുമായിട്ടാണ് തെളിവെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് നടത്തിയിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ 6 മുതൽ 10 വരെ പ്രതികളുമായിട്ടാണ് തെളിവെടുപ്പ്. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, തെളിവെടുപ്പ് എങ്ങനെ നടക്കുന്നു? ശാലിനി, തെളിവെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? KP ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് CPM പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവരികയാണ്. ഇത് 2ാം ഘട്ടമാണ് തെളിവെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു 5 പ്രതികളെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന വാഹനം അവരുമായി വരുന്നതാണ്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം എത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ നിന്നും വീട്ടിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന ഈ വീട്ടിൽ നിന്നും ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ ഏകദേശം 5ഓളം പ്രതികളെ ഇന്ന് വീണ്ടും ഇവിടെ തെളിവെടുപ്പിനായി കൊണ്ടുവരുന്നത്. 6ാം പ്രതിയായിട്ടുള്ള കിരൺ, 7ാം പ്രതിയായിട്ടുള്ള അനിൽകുമാർ, 8ാം പ്രതിയായിട്ടുള്ള ഷഫീഖ്, 9ാം പ്രതിയായിട്ടുള്ള ഷെരീഫ് കുമാർ, 10 ദിനീത്, വഞ്ചൂരിലെ ദിനീത് ഉൾപ്പെടെ 5ഓളം പ്രതികളെയാണ് ഇപ്പോൾ ഈ വാഹനത്തിൽ, പ്രത്യേകമായിട്ടുള്ള ഒരു വാഹനത്തിൽ ഉദ്യോഗസ്ഥർ കൊണ്ടുവരുന്നത്. അപ്പോൾ ചില വാഹനങ്ങൾ, ഈ ഒരു ചെറിയ റോഡാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഗതാഗത പ്രശ്നം ക്രമീകരണം നടത്തുകയാണ്. അല്പസമയത്തിന് അകം തന്നെ വീട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ വാഹനമാണ്. വാഹനത്തിനുള്ളിൽ 5ഓളം പ്രതികൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അന്ന് ED ഉദ്യോഗസ്ഥർ ഈ കേസുമായി ബന്ധപ്പെട്ട തലസ്ഥാനത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM പ്രവർത്തകരുമായിട്ടാണ് തെളിവെടുപ്പ് നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലുള്ള വീടിന് മുൻപിലാണ് തെളിവെടുപ്പ്. കേസിലെ 6 മുതൽ 10 വരെ പ്രതികളുമായിട്ടാണ് തെളിവെടുപ്പ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ ചില പ്രതികളുമായി, മറ്റ് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ശാലിനി, തുടരാം. KP, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 പ്രതികളെയാണ് ഇപ്പോൾ ഇവിടെ എത്തി തെളിവെടുപ്പ് നടത്തുന്നത്. വാഹനത്തിൽ അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അല്പസമയം മുമ്പ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി സുരക്ഷ ഒരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ പ്രത്യേക വാഹനത്തിൽ സുരക്ഷാ വലയത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം, ED ഉദ്യോഗസ്ഥർ അന്നെത്തി ഇവിടെ പരിശോധന നടത്തി മടങ്ങുന്ന സമയത്ത് ED ഉദ്യോഗസ്ഥരുടെ 3ഓളം വാഹനങ്ങളാണ് അന്ന് ഈ സംഘം ആക്രമിച്ചത്. ആ വാഹനത്തിലുണ്ടായിരുന്ന ED ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ വാഹനം പൂർണ്ണമായും തല്ലി തകർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ഈ 5 പ്രതികൾക്ക് എതിരെയും എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഏകദേശം 300ഓളം പേരെ, കണ്ടാലറിയാവുന്ന 300ഓളം പേർക്കെതിരെയായിരുന്നു അന്ന് പോലീസ് FIR ഇട്ട് കേസെടുത്തത്. പക്ഷേ പിടികൂടിയത് 25ഓളം വരുന്ന പ്രതികളെയാണ്. അതിൽ ആദ്യഘട്ടത്തിൽ 5 പ്രതികളെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അന്ന് വാഹനത്തിൽ നിന്ന് ജസ്റ്റ് പുറത്തിറക്കി എന്താണെന്ന് സംഭവിച്ചതെന്ന് മാത്രം ചോദിച്ചറിഞ്ഞ് തെളിവെടുപ്പ് പൂർത്തിയാക്കുകയായിരുന്നു. ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 5 പ്രതികളെ തന്നെയാണ് ഇന്നും ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. അതായത് 6ാം പ്രതിയായിട്ടുള്ള കിരൺ, 7ാം പ്രതിയായിട്ടുള്ള അനിൽകുമാർ, 8ാം പ്രതിയായിട്ടുള്ള ഷെഫീഖ്, 9ാം പ്രതിയായിട്ടുള്ള ഹരീഷ് കുമാർ, ദിനീത് 10ാം പ്രതി, അങ്ങനെ 5 പേരെയാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് 2 ദിവസത്തേക്ക് ഈ 5 പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ നന്ദാവനത്തെ ഈ വീടിന് മുൻപിൽ വെച്ചായിരുന്നു അന്ന് ഈ ED ഉദ്യോഗസ്ഥർക്ക് നേരെ ഇവർ ആക്രോശിക്കുകയും വാഹനം തല്ലി തകർക്കുകയും വാഹനത്തിന് നേരെ ചീമുട്ട എറിയും ഒക്കെ തന്നെ ചെയ്തത്. ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി തന്നെയാണ് ഇവരെ അന്ന് കസ്റ്റഡിയിൽ എടുത്ത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കോടതിയിൽ നടക്കം രൂക്ഷ വിമർശനമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നത് CPM പ്രവർത്തകർക്ക് എന്നുള്ളതാണ്. ആദ്യഘട്ടങ്ങളിൽ ഈ ഒരു സംഭവം നടന്നതിന് പിന്നാലെ AKG സെന്ററിൽ അടക്കം എത്തി ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ അന്ന്
സ്വീകരിച്ചപ്പോൾ അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദത്തിലേക്കും വിമർശനങ്ങളിലേക്കും ഒക്കെ CPM കൊണ്ട് എത്തിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇപ്പോൾ അവരുടെ വീടുകളിൽ നിന്നടക്കം അറസ്റ്റ് ചെയ്തിട്ടുള്ള 5ഓളം പ്രതികളെയാണ് ഇപ്പോൾ നന്ദാവനത്തെ ഈ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. ഇപ്പോൾ തെളിവെടുപ്പിന്റെ ഭാഗമായി പോലീസ് ചോദിച്ചറിയുകയാണ്. മ്യൂസിയം പോലീസാണ് ഒപ്പമുള്ളത്. പോലീസ് ചോദിച്ചറിയുകയാണ് എങ്ങനെയാണ്, എന്താണ് ആ സംഭവം എന്നുള്ളത്. അപ്പോൾ കൃത്യമായി വിനീത് അടക്കമുള്ളവർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത് പറഞ്ഞു കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുകയും ചെയ്യുന്നത്. കാരണം ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ഗൂഢാലോചനാ ശ്രമം, ഒപ്പം തന്നെ അവരെ വധിക്കാനുള്ള ശ്രമം, ഗൂഢാലോചന നടത്തി തന്നെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഇവിടെ തടിച്ചുകൂടുകയും ഈ പ്രതികൾ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്യുക. 3 വാഹനങ്ങളാണ് അന്ന് പൂർണ്ണമായും ഇവർ തകർത്തത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. ഉദ്യോഗസ്ഥർക്ക് നേരെ അസഭ്യവർഷം നടത്തുകയും അവരെ കയ്യേറ്റം ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ED ഉദ്യോഗസ്ഥർ ഈ അന്വേഷണം ശക്തമാക്കുന്നതിനോടൊപ്പം തന്നെ കേസും ഇപ്പോൾ പിന്നോട്ട് പോകില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം വെള്ളിയാഴ്ച ED ഉദ്യോഗസ്ഥർ വീണ തൈക്കണ്ടിക്ക് സമൻസ് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ED ഉദ്യോഗസ്ഥർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കൃത്യമായ നീക്കങ്ങൾ നടത്തുകയാണ്. അതിനിടയിലാണ് അന്ന് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളെ എതിരെയുള്ള വകുപ്പുകൾ ചുമത്തപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പും അന്വേഷണവും തുടരുകയും ചെയ്യുന്നത്. KP ശാലി പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതികൾക്ക് കുരുക്ക് മുറുകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇവരെ എളുപ്പത്തിൽ രക്ഷിച്ചെടുക്കാം, അല്ലെങ്കിൽ അത്രത്തോളം നടപടികൾ കടുക്കില്ല എന്നുള്ളൊരു ലാഘവ ബുദ്ധിയായിരുന്നു CPM നേതൃത്വത്തിന്. അതുകൊണ്ട് തന്നെയാണ് CITU നേതാവടക്കം ജനം TV വാർത്ത പുറത്തുവിട്ടതുപോലെ തന്നെ ആ ശബ്ദരേഖ അടക്കം ജനം TV പുറത്തുവിട്ടിരുന്നു. കൃത്യമായ ആഹ്വാനമാണ്. കാരണം ഇതാ പിണറായി വിജയന്റെ വസതിയിലേക്ക് EDയുടെ പരിശോധന എത്തുന്നു. ആ ED സംഘത്തെ കൃത്യമായും തടയണം, സഖാക്കൾ അവിടെ എത്തണം, യൂണിഫോം ഇട്ട് വേണം അവിടത്തേക്ക് എത്താനെന്ന് CITU സംഘത്തിന് നിർദ്ദേശം നൽകുന്ന ശബ്ദ സന്ദേശമടക്കം ജനം TV പുറത്തുവിട്ടിരുന്നു. അതായത് കൃത്യമായ ഗൂഢാലോചന ഉണ്ടായിരുന്നു, ആസൂത്രണം ഉണ്ടായിരുന്നു, കൃത്യമായി തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, അതിക്രമങ്ങൾ CPM പ്രവർത്തകർ നടത്തിയത് എന്ന് വ്യക്തമാണ്. ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചോദിച്ചറിയുക തന്നെയാണ് ഇപ്പോൾ 5 പ്രതികളുമായുള്ള ഈ തെളിവെടുപ്പിനും, അല്ലേ? തീർച്ചയായും KP അങ്ങനെ തന്നെയാണ്. കാരണം അന്ന് നമ്മൾ ഈ ഓഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടതാണ്, ചില ഓഡിയോ സംഭാഷണങ്ങൾ അടക്കം അന്ന് പുറത്തു വന്നതുമാണ്. കാരണം കൃത്യമായി ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 12ഓളം ഇടങ്ങളിലാണ് അന്ന് ഒരു ദിവസം തന്നെ ED ഉദ്യോഗസ്ഥർ ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് നടത്തിയത്, പരിശോധനകൾ നടത്തിയത്. അതിൽ മറ്റൊരു എല്ലായിടത്തും സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ തിരുവനന്തപുരത്ത് മാത്രം, അതും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ മാത്രം നടന്ന പരിശോധന മാത്രം അക്രമ സ്വഭാവത്തിലേക്ക് പോവുകയും ചെയ്യുകയായിരുന്നു. കാരണം ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ നിന്ന് ഇവിടെ എത്തി താൽക്കാലികമായ വാഹനം വാടകയ്ക്കെടുത്ത് ഇവിടെ പരിശോധനയ്ക്ക് എത്തുമ്പോൾ അവരുടെ സുരക്ഷ അടക്കം നൽകേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. പക്ഷേ അന്ന് ഈ അക്രമ സംഭവങ്ങൾ നടക്കുമ്പോൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന CPM ഉദ്യോഗസ്ഥരുടെ പിന്നാലെ പോലീസ് കിടന്ന് ഓടുന്നതല്ലാതെ കൃത്യമായ ക്രമസമാധാന ചുമതല പാലിക്കാനോ അതുമായി ബന്ധപ്പെട്ട നടപടികളോ അന്ന് പോലീസ് സ്വീകരിച്ചില്ല. അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പറഞ്ഞത് പോലീസിനെ അറിയിക്കാതെയാണ് ED ഉദ്യോഗസ്ഥർ തെളിവെടുപ്പിന് ഇവിടെ പരിശോധനയ്ക്ക് എത്തിയത് എന്നുള്ളതാണ്. എന്തായാലും അതിനൊക്കെ പിന്നാലെ വിമർശനം ശക്തമായതോടുകൂടിയാണ് 300 പ്രതികൾക്കെതിരെ, കണ്ടാൽ അറിയാവുന്ന പ്രതികൾക്കെതിരെ കേസെടുക്കുകയും FIR ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 300 പ്രതികളിൽ 25 പേരെയാണ് പോലീസ് 2 ഘട്ടങ്ങളായി പിടികൂടുകയും ചെയ്തത്. അവരെയാണ് ഇപ്പോൾ ഘട്ടം ഘട്ടമായി ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ 5 പേരുടെ തെളിവെടുപ്പിന് ഇവിടെ എത്തിച്ചു. 5 പേരെയും തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇവിടെ നിന്ന് തിരികെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുകയും ചെയ്യുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ഈ 25ഓളം വരുന്ന പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ആ ഗുരുതര സ്വഭാവത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ കേസന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ ഒരു തെളിവെടുപ്പിനായി ഈ പ്രതികളെ, CPMന്റെ പ്രവർത്തകരായിട്ടുള്ള പ്രതികളെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിന് തൊട്ട് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇവിടെ നിന്നും അദ്ദേഹത്തിന്റെ വാഹനത്തിൽ, ഔദ്യോഗിക വാഹനത്തിൽ പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊന്നും കാണണ്ട എന്നുള്ള രീതിയിലാണോ എന്നറിയില്ല. അദ്ദേഹം ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് മ്യൂസിയം പോലീസ് ഇവിടെ എത്തുകയും സുരക്ഷ ഒരുക്കിയതിന് പിന്നാലെ ഈ 5 പ്രതികളെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കുന്നത്. ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മറ്റിടത്തേക്കും തെളിവെടുപ്പിന് പോകേണ്ടതായിട്ടില്ല, ഇവിടെ മാത്രമാണ്. അപ്പോൾ ആ തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയാക്കി 5 പ്രതികളുമായി മ്യൂസിയം പോലീസ് ഇവിടെ നിന്ന് മടങ്ങുകയാണ്. KP തെളിവെടുപ്പ് പൂർത്തിയാക്കി 5 പ്രതികളുമായി ഇപ്പോൾ പോലീസ് മടങ്ങുകയാണ്. ഘട്ടം ഘട്ടമായിട്ടാണ് ഈ തെളിവെടുപ്പ് നടന്നിപ്പോൾ. ഇന്ന് 5 പ്രതികളുമായാണ് മ്യൂസിയം പോലീസ് എത്തിയത്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.